ഞാനും അമ്മയോട് കോട്ടയത്തുള്ള ഒരു 3 അമ്പലത്തിൽ പോവാം. ഓക്കെ. അപ്പം അതാ നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടിയായിട്ട് നേരെ പോയ പെട്രോൾ അടിക്കാനാണ്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ഈ പള്ളിയിൽ വന്ന് വഞ്ചിയിൽ പൈസ ഇട്ട് ഇവിടെ നിന്നാണ് നമ്മളെ യാത്ര തുടങ്ങുന്നത്. അതേങ്ങനെ നേരമൊക്കെ എടുത്ത് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ചെറിയ സൂര്യപ്രകാശമൊക്കെ മേഘത്തിൽ തട്ടിക്കുന്നതാണ്, നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതേങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങ് ദൂരെ നല്ല രീതിയിൽ കോട ഇറങ്ങി കിടപ്പാണ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെതാ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ നല്ല അടിപൊളി മഴയും പെയ്തു ഗൈസ്. ഞാനും അമ്മ അങ്ങനെ അമ്പലത്തിലെത്തിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം വന്നതെന്ന് വെച്ചാൽ തിരുനക്കര മഹാദേവ ടെമ്പിളിലാണ്. അവിടെ ആണെങ്കിൽ ഒരുപാട് പ്രാവുകളുണ്ട്. അതോ അവിടെയും കുറേ പ്രാവുകൾ ഇരിക്കും. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വലിയ ആലുണ്ട് ഗൈസ്. നല്ല ഭംഗിയാണ് അത് കാണാൻ. അതേ അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അടുത്ത നമ്മൾ രണ്ടാമത്തെ അമ്പലമായ വൈക്കം മഹാദേവ ടെമ്പിളിലാണ്. വൈക്കം അമ്പലം അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു പാടം കണ്ടു ഗൈസ്. ആ പാടം മൊത്തമാണെങ്കിൽ ആമ്പലം, നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ദൂരേക്ക് ഒരുപാട് ആമ്പൽ ചെടികളുണ്ടായിരുന്നു. പിന്നെ അതാ ആ പോകുന്നതിൻ്റെ 2 സൈഡും നെൽപ്പാടങ്ങളായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ അമ്പലം, വൈക്കം മഹാദേവ ടെമ്പിൾ. വലിയ അമ്പലമാണ് ഗൈസ്, ഒരുപാട് സ്പേസ് ഉണ്ട് അകത്ത്. ഇതാ അമ്പലത്തിന്റെ മറ്റൊരു ഭാഗമാണ്, വലിയൊരു അമ്പലമാണ് ഗൈസ് ഇത്. ഞങ്ങൾ ഇവിടുന്ന് തൊഴുകി അടുത്ത അമ്പലത്തിലോട്ടമ്മ പോന്ന എവിടെ പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഇതേ നമ്മൾ പോകുന്ന വഴികളൊക്കെ കണ്ടോ ഗൈസ്, അടിപൊളിയാണ്. കാരണം വെച്ചാൽ നല്ല ഭംഗിയാണ്. ഫുള്ള് പച്ചപ്പ്, ഫുള്ള് നെൽപ്പാടങ്ങളും കൃഷികളും കാര്യങ്ങളും എല്ലാം. അതേ അപ്പം നമ്മളെ ലാസ്റ്റ് അമ്പലമായ ഏറ്റുമാനൂർ അമ്പലത്തിലാണ് ഇതാ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് ഏറ്റുമാനൂർ മഹാദേവ ടെമ്പിൾ. ഇതാ അമ്പലത്തിൻ്റെ അകഭാഗമാണ്. എന്ത് വലുതാണെന്ന് നോക്കേ. അതങ്ങനെ തൊഴുത് കഴിഞ്ഞപ്പോഴേ ആ അമ്പലത്തിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്യൂ നിന്ന് ഫുഡൊക്കെ കഴിച്ചതാ. നമ്മളപ്പോൾ എല്ലാ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാം. എവിടെയെങ്കിലും ഫുഡ് അടിക്കാൻ വേണ്ടി നിർത്താം. ഓക്കെ, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഓടിച്ചോട് പോകുന്നുണ്ട് ഗൈസ്, അടിപൊളിയായിരുന്നു. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കൊരു നല്ലൊരു വയലുണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതേ അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇതാ കുറച്ച് റംബൂട്ടാനും കൂടി വാങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളത്, അവരുടെ വീട്ടിൽ തന്നെ അതിൻ്റെ മരമുണ്ട്. അവിടെ നേരെ പിച്ചി കടയിൽ വിൽക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മളിതാ കൊല്ലം എത്തിയപ്പോൾ ഏകദേശം രാത്രിയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അങ്ങനെതാ തിരിച്ചു വരുന്ന വഴി നമ്മളിതാ എഴുത്താണിക്കടയിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെതാ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ ഭയങ്കര ആൾ. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു കാറ് മറിഞ്ഞു കിടക്കുന്നു ഗൈസ്. റോഡിൽ നിന്ന് അങ്ങോട്ട് സ്ലിപ്പായി വീണതാണ്, അവിടുത്തെ മണ്ണങ്ങാണ്ട് ഇടിഞ്ഞ് വീണതാണ്. അതാ നമ്മളെ യാത്ര കഴിഞ്ഞ് നമ്മളാ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. ബൈ.